ഈ സ്വാതന്ത്ര്യദിന ഫ്ലാഗ് ഹോസ്റ്റിൽ വന്ന് പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാനും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഷഷാറച്ചൻ അർപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഇന്ന് എത്തിയിരിക്കുന്നു. 79 ദീർഘവർഷങ്ങൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുവാൻ നമുക്ക് സാധിച്ചു. അത് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലഘട്ടം. എങ്ങനെയാ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. സ്വാർത്ഥത വെടിഞ്ഞ് ഒരുപറ്റം ആളുകൾ ഒത്തുചേർന്നപ്പോൾ, അവരുടെ ജീവൻ പോലും തൃണവൽഗണിപ്പാൻ തയ്യാറായി മുന്നിട്ടിറങ്ങിയപ്പോൾ ജനങ്ങളിൽ അതൊരാവേശമായി. ജനം ഒത്തുചേർന്നു, എല്ലാ പ്രതികൂലതകളെയും നേരിടുവാൻ തയ്യാറായി. പീഡനങ്ങൾ സഹിച്ചു. എത്രയോ ആളുകൾ വീരമൃത്യു വരിച്ചു നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി. നമ്മൾ പലപ്പോഴും അതിന് വില മറന്നു പോകുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനായി അധ്വാനിച്ച, കഷ്ടത അനുഭവിച്ച, പീഡനം സഹിച്ച, വീരമൃത്യു മരിച്ച അനേകരുടെ ജീവിതത്തെ നമ്മൾ ഓർക്കുമ്പോൾ ആ ജീവിതങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ സ്വാർത്ഥത വെടിഞ്ഞ് സമൂഹത്തിന്റെ നന്മയ്ക്കായി ജീവിക്കണം, പ്രവർത്തിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുക. സ്വാർത്ഥതയാണ് ലോക ജീവിതത്തിൽ സമൂഹത്തെ പിന്നിലേക്ക് വലിക്കുന്നത്, സമൂഹ നന്മയിൽ നിന്ന് പിൻവലിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ കാണുന്ന തെറ്റായ പ്രവണതകളോട് നമ്മൾ പ്രതികരിക്കാതെ പോകുന്നു. അതും സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയുടെ താല്പര്യം എന്ന് പറയുന്നത് എനിക്ക് ദോഷമൊന്നും ഉണ്ടാകരുത് എന്നുള്ളത്. എന്നാൽ മറുഭാഗത്തോ പേരിനും പ്രശസ്തിക്ക് വേണ്ടി അന്യായമായി തെറ്റായവയെ പ്രചരിപ്പിക്കുന്ന വേറൊരു ഭാഗമാണ്. അതും സ്വാർത്ഥതയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നത് ഈ പല അസത്യങ്ങളെയും സത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു ലോകം. എന്തിനത്? അതും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്, തന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി. അപ്പോൾ നമ്മെ ഈ സ്വാതന്ത്ര്യ ദിനം ഓർമ്മപ്പെടുത്തുന്ന വലിയ യാഥാർത്ഥ്യം, സ്വാർത്ഥത വെടിഞ്ഞ് സമൂഹത്തിന്റെ നന്മയ്ക്ക്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കണം. നാം ജീവിക്കുന്ന ഈ ലോകം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ വെള്ളപ്പൊക്കം, ഈ വർഷം നമ്മൾ കണ്ട അതിഭയാനകമായ വെള്ളപ്പൊക്കം ചില ജില്ലകളെ അതിഭയങ്കരമായി ബാധിച്ചു. പ്രത്യേകിച്ച് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഈ ജില്ലകളെയൊക്കെ വളരെ ഭീകരമായി ബാധിച്ചു. അതുപോലെ ലാൻഡ് സ്ലൈഡിങ്, ചില മലകളൊക്കെ ഇടിഞ്ഞ് ഇറങ്ങി വന്ന ചരിത്രം. ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ യാഥാർത്ഥ്യമുണ്ട്. അത് വേറൊരു സ്വാർത്ഥതയെ പറ്റി. വന്യമൃഗങ്ങളുടെ കടന്നാക്രമണം, അതും ഒരു സ്വാർത്ഥതയുടെ ഫലമല്ലേ? എല്ലാം നമുക്ക് വേണ്ടി മാത്രം നേടുവാനുള്ള വെമ്പൽ. വന്യമൃഗങ്ങൾ സ്വൈരമായി വിഹരിച്ചിരുന്ന വനങ്ങൾ, ഉൾവനങ്ങൾ ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് കൈയടക്കി വന്യമൃഗങ്ങളുടെ വിഹാര രംഗങ്ങൾ, ഇടങ്ങൾ തകർത്തത്. അതിനൊരു റിയാക്ഷനാ പലപ്പോഴും കാണുന്നത്. നാട്ടിലേക്കുള്ള വന്യമൃഗങ്ങളുടെ കടന്നുവരവ്. എത്ര ജീവനാ
നിരപരാധികളായ എത്രയോ ആളുകളുടെ ജീവൻ അതെടുത്തു. കാരണമോ ഒരുപറ്റം ആളുകളുടെ സാമ്പത്തിക ലാഭം. അപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക, പ്രകൃതിയെ സംരക്ഷിക്കണം. അതും സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുക. നാം ജീവിക്കുന്ന ചുറ്റുപാട് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അടുത്ത തലമുറയ്ക്കുമുള്ളത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണം. അതും പലപ്പോഴും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ. സാധനങ്ങൾ എളുപ്പം വീട്ടിൽ കൊണ്ടുവരാം, അത് കൊണ്ടുവന്നു എവിടെയെങ്കിലും വലിച്ചെറിയുക. അതിനെ ശരിയാവണ്ണം ഡിസ്പോസ് ചെയ്യാൻ പോലും നമ്മൾ തയ്യാറാകില്ല. അതും സ്വാർത്ഥതയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനം അങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ സ്വാതന്ത്ര്യം എന്നത് ഞാൻ സ്വാർത്ഥത വെടിഞ്ഞ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കൂട്ടായ പ്രയത്നങ്ങൾക്ക് തയ്യാറാകുമ്പോൾ അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഇന്ന് ഇന്ത്യ മഹാരാജ്യം നമ്മൾ ഒത്തിരി നന്മകൾ പറയുമ്പോഴും ഒരു സ്വാർത്ഥതയുടെ കാലത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ വർദ്ധിച്ചു വരുന്നു. മതത്തിന്റെ പേരിൽ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ലാഭത്തിനു വേണ്ടി. അത് സ്വാർത്ഥതയാണ്. ദൂരവ്യാപകമായ ഇമ്പാക്ട് ഈ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നത് സംശയമില്ല. അതുകൊണ്ട് നമ്മൾ കൂട്ടായി ചിന്തിക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ഏത് വിശ്വാസങ്ങളായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അവരെല്ലാം മനുഷ്യരാണെന്നും അവരന്യോന്യം സ്നേഹിക്കേണ്ടവരാണെന്നും അന്യോന്യം കൈകോർത്ത് നിൽക്കേണ്ടവരാണെന്നും ഉള്ള ബോധ്യം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളത് പ്രചരിപ്പിക്കണം. അപ്പോഴാണ് സ്വാർത്ഥത വെടിഞ്ഞ് ജീവിക്കുന്നു എന്ന് പറയുന്നത്. കരുതലിന്റെ മനോഭാവം എന്നും ഉണ്ടാകണം. അപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നമ്മൾ ജീവിക്കുമ്പോൾ, ആ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ നന്മയും നമ്മൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ, ഭാരത മക്കൾ എന്ന നിലയിൽ നമുക്കും അതിൽ പങ്കുചേരാം. അതിനായി ജീവൻ വെടിഞ്ഞ, ത്യാഗപൂർണമായി ജീവിച്ച് മൺമറഞ്ഞു പോയ ധീരരായ നേതാക്കളെ സ്മരിച്ച് അവരുടെ ജീവിതങ്ങൾക്ക് നന്ദി കരേറ്റി നമുക്ക് ജീവിക്കാം. പുതിയ തീരുമാനങ്ങളുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന് നിലനിൽപ്പാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ നമ്മളെല്ലാം നേതാക്കളാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അടുത്തൊരു തലമുറയാണ്. ഈ നാടിനെ മുൻപോട്ട് നയിക്കേണ്ടവർ. ആരറിഞ്ഞു, ഒരുപക്ഷെ ഈ നാടിനെ ഭരിക്കേണ്ടവർ അവരിൽ നിന്ന് ഉടലെടുത്തേക്കാണ്. വ്യത്യസ്ത തുറകളിൽ നേതൃത്വം നൽകേണ്ടവർ. അതുകൊണ്ട് ഒന്നിച്ച് മുന്നേറാൻ, ഈ സ്വാതന്ത്ര്യം എന്നും നിലനിർത്തുവാൻ നമുക്ക് കൈകോർക്കാം. ദൈവം അതിന് നമ്മളെ ശക്തരാക്കട്ടെ.